ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ അസസിങ് റിസ്ക്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പല സ്റ്റേജസും പറഞ്ഞു. ഇന്ന് നമ്മൾ ആക്ച്വലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ട് ആർ ദി റീസൺസ് ബിഹൈൻഡ് റിസ്ക് എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഹൗ ഡു യു ആക്ച്വലി മെഷർ റിസ്ക് ഇസ് വാട്ട് ഈസ് ആർ കൺസേൺ അല്ലേ. ഇപ്പോൾ വെറുതെ നമുക്ക് ഇങ്ങനെ ഓക്കെ എനിക്ക് ഇത്ര റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് സോളിഡ് ബാക്ക് ചെയ്യുന്ന ഡേറ്റ വേണം നമ്മുടെ കയ്യിൽ. ആൻഡ് അതിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലൂടെയും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിലൂടെയും റിസ്ക് എപ്പോഴും അസസ് ചെയ്യാൻ പറ്റും. Now, if you may ask what is risk assessment, basically നമ്മൾ എന്താണ് നമ്മുടെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റി കാരണം നമ്മുടെ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനോ അതെങ്ങനെയാണ് ബാധിക്കുക. ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി എടുത്തോട്ടെ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് എടുത്തോട്ടെ, രണ്ടിൻ്റെയും റിസ്ക് വേറെയാണ്, റിട്ടേൺ വേറെയാണ്. ആൻഡ് വെദർ നമ്മുടെ എബിലിറ്റീൻ്റെ അണ്ടറിൽ വരുമോ അല്ലെങ്കിൽ നമുക്ക് ആ റിസ്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഇസ് വിത്തിൻ ആർ കൺട്രോളബിൾ ലിമിറ്റ് എന്നൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നത് ത്രൂ റിസ്ക് അസസ്മെൻറ്റ്. ആൻഡ് അണ്ടർ ദാറ്റ് വി ഹാവ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് വി ഹാവ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഫസ്റ്റ് വൺ നമുക്ക് പറയാം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ പറയുമ്പം ഇവിടെ സോളിഡ് ബാക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ ഉണ്ട്, ന്യൂമറിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഉണ്ട്. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ഇപ്പോൾ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതേപോലെ വാല്യൂ അറ്റ് റിസ്ക്, ഇതുപോലെ സോളിഡ് ബാക്കിംഗ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് വാല്യൂ അറ്റ് റിസ്ക്. വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുമ്പം ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നീക്ക്. ഇപ്പോൾ എത്രയാണ് മാക്സിമം നമുക്ക് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, വാട്ട് ഈസ് എ മാക്സിമം എക്സ്പെക്റ്റഡ് ലോസ്, അതാണ് ഇവിടുത്തെ കീവേഡ് ഉള്ളത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ 1 lakh ആണെന്ന് വെച്ചോ. അപ്പോൾ 1 lakhന് നമ്മളൊരു 95% കോൺഫിഡൻസ് പറയുമ്പോൾ മീനിങ് 5% മാത്രമേ നമ്മുടെ നഷ്ടം 1,00,000 കൂടുതൽ എക്സീഡ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ എന്നുള്ള അങ്ങനെ ഒരു പെർസെൻറ്റേജ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മേ ബി ഒരു 5% അല്ലെങ്കിൽ ഒരു 1%, അങ്ങനെ വാല്യൂ അറ്റ് റിസ്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. കൂടുതലും ആരാ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്, ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ഈ വാല്യൂ അറ്റ് റിസ്ക് എന്നുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ മാത്രമേ അവർക്ക് എത്രയാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ പോസിബിൾ ആയിട്ടുള്ള റിസ്ക്. അടുത്തതാണ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ്. അതായത് ഒരു ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് വാല്യൂ അതിൽ നിന്നും എത്രത്തോളം നമ്മുടെ ആക്ച്വൽ ഫിഗേഴ്സ് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡിഫർ ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ഓൾസോ എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ. വാട്ട് ഡു ദേ മെഷർ ഹിയർ? ദ വോളറ്റൈലിറ്റി. ഒരിക്കലും റിട്ടേൺസ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല അൺലെസ് ഇറ്റ് ഇസ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഒക്കെ ഫിക്സ്ഡ് ആവുന്നത്തോളം. സോ ഇവിടെ വേരിയൻസ് പറയുന്ന സമയത്ത് ആ ആവറേജിൽ നിന്നുള്ള ഡിസ്പേർഷൻ, ഹൗ ഇറ്റ് ഈസ് വേരിയിങ് ഫ്രം ദി ആവറേജ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഈ വേരിയൻസിൻ്റെ ഒരു സ്ക്വയർ റൂട്ടാണ്. ആൻഡ് കുറച്ചുകൂടി നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ റിസ്ക് ആണ്. നമ്മളൊരു ആവറേജ് വാല്യൂ സെറ്റ് ചെയ്തിട്ടും അതൊന്നും ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻഫർ ദാറ്റ് ഇറ്റ് ഈസ് ക്വൈറ്റ് റിസ്കി. അടുത്തതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. സെൻസിറ്റിവിറ്റി അനാലിസിസ് പറയുമ്പം ഇപ്പം ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് യൂസ് ചെയ്യുക. ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ്സ് അല്ലെങ്കിൽ കോസ്റ്റ്, സെയിൽസ് വോളിയൂം ഒക്കെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റീനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും. പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പല ഫാക്ടേഴ്സ് പല വേരിയബിൾസ് ഒക്കെ വരുമ്പോഴാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് വരുന്നുണ്ടാവുക. ആൻഡ് ഇതിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാകുമ്പം എല്ലാത്തിനും ഒരേ രീതിയിലായിരിക്കില്ല നമ്മുടെ ഔട്ട്കമ്മിനെ എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഏതെങ്കിലും പ്രോമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് വേരിയബിൾസ് ഉണ്ടാവും. ആ വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. അടുത്തതായിട്ട് നമുക്കുള്ളതാണ് സിനാരിയോ അനാലിസിസ്. സിനാരിയോ അനാലിസിസ് എന്ന് പറയുമ്പം ഇവിടെയും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്കാണ്. വാട്ട് ഡു ദേ ഡു? പോസിബിൾ ഫ്യൂച്ചേഴ്സ് ഇൻ സിറ്റുവേഷൻസ്. ഇപ്പം നമ്മൾ ദിസ് ഇസ് ലൈക്ലി ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ സിനാരിയോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പല കാര്യങ്ങളും എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഗ്ലോബൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേർണലി എടുക്കുന്ന മാറ്റങ്ങളും കാരണം എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ സിനാരിയോ വേഴ്സ്റ്റ് കേസ് ബെസ്റ്റ് കേസ് സിനാരിയോ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, taking into consideration both internal as well as external factors. Next we have Monte Carlo simulation. അപ്പോൾ അതിൽ സിമുലേഷൻ എന്നുള്ള വാക്കിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുക. സിമുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആക്ച്വൽ സിറ്റുവേഷൻ തന്നെ അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെയാണ് പറയുക. ഇവിടെയും എന്ത് ചെയ്യുക, ഒരു
എന്തൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹൗ ഫാർ ദിസ് ക്യാൻ ഗോ എന്നുള്ള ആ പോസിബിൾ ഔട്ട്കംസിനെ നമ്മൾ എന്ത് ചെയ്യുക, സിമുലേറ്റ് ചെയ്യുക യൂസിങ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡൽ. അതിൽ നമുക്ക് എന്താണ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോലെയൊക്കെ ആയിരിക്കും. ദീസ് ആർ ദ പോസിബിൾ റിസൾട്ട്സ്, ദീസ് ആർ ദ പോസിബിൾ ഔട്ട്കംസ്, അല്ലെങ്കിൽ ദ ഡിഫറെൻറ്റ് റിസ്ക് ലെവൽ ദാറ്റ് വി മേ ബി എക്സ്പോസ് ടു. അതൊക്കെയാണ് മോണ്ടെ കാർലോ. സോ ഈ മെത്തേഡ്സ് ഒക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ നമ്മളെങ്ങനെയാണ്, അതായത് എന്തെങ്കിലും ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും, ഒരു ഫീച്ചർ വെച്ചിട്ടായിരിക്കും, നമുക്ക് ചിലപ്പോൾ സമയത്തൊന്നും മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ആയിക്കോട്ടെ, ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, ഓവർ ദ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ദേ കൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ഓക്കെ ദിസ് പെർട്ടിക്കുലർ സെക്യൂരിറ്റി മൈറ്റ് ബി സബ്ജക്ട് ടു ദിസ് ലെവൽ ഓഫ് റിസ്ക്. അങ്ങനെ. സോ പ്യോർലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ എക്സ്പീരിയൻസ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ ബ്രെയിൻ സ്റ്റോമിങ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വരുന്നു, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായങ്ങൾ, എല്ലാ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പറഞ്ഞ് ദിൽ കം അപ്പ് വിത്ത് സംതിങ്, ആൻഡ് ആ കളക്റ്റീവ്ലി വരുന്ന ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ എടുക്കുന്നുണ്ടാവും. അതേപോലെ എക്സ്പേർട്ട് പാനൽ ഒപ്പീനിയൻസ് ഉണ്ടാവും, ഫീൽഡ് എക്സ്പേർട്ട്, ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെയൊക്കെ ഒപ്പീനിയൻസ് ഉണ്ടാവും, പ്രീവിയസ് ഡേറ്റാസ്, ഒരു ട്രെൻഡ് അനാലിസിസ് പോലെയൊക്കെ നമ്മൾ ചെയ്യാൻ. ട്രെൻഡ് അനാലിസിസ് ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ ബാക്കിംഗ് ഉണ്ട്, പക്ഷേ പ്രീവിയസ്ലി ഹിസ്റ്ററി ഇതാണുള്ളത്, ഇറ്റ് മൈറ്റ് ചാൻസസ് ഇറ്റ് വിൽ റിപ്പീറ്റ്. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് റിസ്ക് റാങ്കിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം ഹൈ റിസ്ക് ആണോ, ലോ റിസ്ക് ആണോ, മീഡിയം റിസ്ക് ആണോ, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് അനാലിസിസ് കാര്യങ്ങളായിട്ട് ചെയ്യാം. അതായത് നമ്മൾ ഇൻറ്റേർണലി എന്തെങ്കിലും വീക്ക്നെസ്സസ് ഉണ്ടോ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, എക്സ്റ്റേർണലി എന്തൊക്കെ വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, സ്ട്രെങ്ത്, വോട്ട് എവർ ഇറ്റ് മേ ബി, അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SWOT അനാലിസിസ് നടത്തുക. പിന്നീടുള്ളതാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പം വി വിൽ ലിസ്റ്റ് ഔട്ട് a potential aspects that are going to result into an uncertainty, അല്ലെങ്കിൽ these are the potential risks that we are subject to എന്നുള്ളത്. ഒന്നും അത് ചിലപ്പം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് റിസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കറൻസി റിസ്ക് ഉണ്ടാവും, അങ്ങനത്തെ കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് റിസ്ക്കും കാര്യങ്ങളും, ഡീഫോൾട്ട് റിസ്ക് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഒന്നിനെയും നമുക്ക് ഇതുപോലെ തള്ളിക്കളയാൻ പറ്റില്ല. ഏതാണ് പോസിബിളി ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്നൊക്കെ നമ്മൾ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ത്രൂ ദി ചെക്ക് ലിസ്റ്റ്. അടുത്തതാണ് നമ്മൾ പറയുന്നത് എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ ഡെൽഫി ടെക്നിക്ക് എന്ന് പറയുക. എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പം റിസ്ക് എങ്ങനെ അസസ് ചെയ്യുക ഇസ് ദാറ്റ് ഒപ്പീനിയൻസ്, മൾട്ടിപ്പിൾ എക്സ്പേർട്സ് ഉണ്ടാവും, ഒരു പാനൽ ഉണ്ടാവും, ആൻഡ് ദേ ഹാവ് എക്സ്പെർട്ടീസ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഫീൽഡ്. അവരായിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും ദിസ് ഇസ് വാട്ട് ഈസ് ലൈക്ലി ഗോയിങ് ടു ഹാപ്പൻ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് റിസ്ക് അസസ്മെൻറ്റ് എന്നുള്ളത്, അതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്.